കഴിഞ്ഞ ആഴ്ച ചെറുപ്പക്കാരിയായിട്ടൊരു അമ്മ വന്നു. കയ്യിൽ മെൻ്റലി ചലഞ്ചറായിട്ടുള്ളൊരു കുട്ടിയുണ്ട്. അവരൊന്ന് കരയാണ്. നിൻ്റെ പാപങ്ങൾ കൊണ്ടാണ് നിനക്ക് ദൈവം കുഞ്ഞിനെ തന്നതെന്ന് അവിടെ ഏറ്റവും അടുത്തൊരു ബന്ധു പറഞ്ഞു. ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്റ്റിഗ്മയുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഈ ഒരു ചിന്ത. കടുവെന്ന സിനിമ ഇറങ്ങിയപ്പോഴേക്കും അതിൻ്റെ അകത്ത് കോടതി ഇടപെട്ടൊരു ഡയലോഗ് മായ്ച്ചു കളഞ്ഞില്ലേ? ഇത്തരം പരാമർശമുള്ളൊരു ഡയലോഗാണ്. കുറവുകളായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ പാരൻസിനെ ഹേർട്ട് ചെയ്യുന്ന നോട്ടങ്ങൾ ഇന്നും ഉണ്ടെന്നുള്ളതാണ്. ഈശോയുടെ സമയത്ത് അത് വളരെ പ്രബലമായിരുന്നു. അതാണ് ഇന്നത്തെ ഗോസ്പൽ ആരംഭത്തിൽ കാണുന്നത്. ചോദിക്കുന്ന ആരാ? ശിഷ്യന്മാരാ. ജന്മന അന്ധനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ അത് ഇവൻ്റെ പാപങ്ങൾ കൊണ്ടാണോ ഇവൻ്റെ പാരൻസിൻ്റെ പാപങ്ങൾ കൊണ്ടാണോ എന്നാണ് ചോദിക്കുന്നത് ശിഷ്യന്മാർ. അപ്പം അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ചിന്തയായിരുന്നു അത്. എല്ലാ കുറവുകൾക്ക് പിന്നിൽ പാപമുണ്ടെന്നുള്ളത്. സിക്നെസ്സും സിന്നും കൂടി ഇങ്ങനെ ബന്ധിപ്പിച്ച് വെച്ചിരുന്നു. അതാണ് വൺസ് ആൻഡ് ഫോർ ഓൾ ഈശോ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുന്നത്. ഈശോ പറയുന്നത് ഇവൻ്റെ പാപം കൊണ്ടോ ഇവൻ്റെ പാരൻസിൻ്റെ പാപം കൊണ്ടോ അല്ല, ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. ഈശോ അന്ന് മാച്ചു കളഞ്ഞ ആ ചിന്ത പല ധ്യാനഗുരുക്കന്മാരും പിന്നെ തിരിച്ചു കൊണ്ടുവരാണ്. പൂർവികരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം നിർദ്ദേശിക്കുന്ന ചില ധ്യാനഗുരുക്കന്മാരുണ്ട്. ബൈബിൾ പണ്ഡിതൻ ജേക്കബ് നാലുപറയിലച്ചൻ വളരെ ഭംഗിയായിട്ട് അതിനെ എതിർക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസികളെ ക്രിസ്തുവിൽ നിന്ന് പിന്തിരിപ്പിച്ച് പഴയ നിയമത്തിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമമാണിത്. യേശു കൊണ്ടുവന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് മതം മുമ്പോട്ട് വയ്ക്കുന്ന കർമാനുഷ്ഠാനങ്ങളുടെ അടിമത്തത്തിൽ കൊണ്ടുവന്ന് കെട്ടാനുള്ള ഉദ്യമമാണിത്. വിശ്വാസികളെ കുറ്റബോധത്തിലും ഭീതിയിലും തളച്ചിടാനുള്ള തന്ത്രമാണിത്. അത്തരക്കാർ യേശുവിനും സുവിശേഷത്തിനും സഭയ്ക്കും വിരുദ്ധമായി പഠിപ്പിക്കുന്നു. എത്ര വലിയ ധ്യാനഗുരുവാണെങ്കിലും ക്രിസ്തു വിരുദ്ധത കണ്ടാൽ നാം അയാളിൽ നിന്നും അകന്നു മാറണം. കാരണം ക്രിസ്തുവാണ് ഏറ്റവും വലിയ ഗുരു. ഈശോ ഡിസപ്പിയറിങ് മെസ്സേജസ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം ഈ ധ്യാനഗുരുക്കന്മാരെ ആര് പഠിപ്പിക്കും?